കണ്ണൂർ മേലെ ചൊവ്വയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ടയർ പൊട്ടിയ അപകടം 3 പേർക്ക് പരിക്കേറ്റു. ഇപ്പൊ നമ്മൾ കണ്ട ആ വീഡിയോയിൽ ആ വണ്ടി റോൾ ചെയ്ത് മറിയാൻ പാകത്തിന് അത്രയും വലിയൊരു അപകടം ഉണ്ടാകാൻ കാരണം വണ്ടി ടയർ പൊട്ടുന്നത് കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ വണ്ടിയുടെ ടയർ മാറണമെന്നറിയാം, പക്ഷെ അത് എന്ത് കണ്ടീഷന്റെ ബേസിൽ മാറണമെന്ന് മിക്കവർക്കും ധാരണയില്ല. നമ്മുടെ വണ്ടിയുടെ ടയർ മാറേണ്ട 2 കണ്ടീഷൻ വെച്ചിട്ടാണ്. ഒന്ന്, 5 മുതൽ 6 കൊല്ലം വരെ വണ്ടിക്ക് ടയറിന് കാലപ്പഴക്കമാകുമ്പോൾ നമ്മൾ ടയർ മാറിക്കൊള്ളണം. അല്ലാത്ത പക്ഷം 40,000 മുതൽ 60,000 കിലോമീറ്റർ വരെ ടയർ റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടയർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ മാറിക്കൊള്ളണം. ഈ 2 കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടയർ മാറാനായിട്ട്. ഈ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു റൂളാണ് പ്രോപ്പറായിട്ട് ടയർ മാറുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു റൂൾ നിലവിലുണ്ടെങ്കിലും നമ്മൾ ആരും തന്നെ അതങ്ങനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാറില്ല. ഇന്നത്തെ കാലത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ പാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആ റോഡ് യൂസ് ചെയ്യുന്നത് ഒരു ഓൾമോസ്റ്റ് 80 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ 80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ ടയർ പൊട്ടുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഉണ്ടാകുന്ന അപകടം വളരെ വലുതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ വണ്ടിയുടെ ടയർ പ്രോപ്പറായിട്ട് മാറുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കുക. ഗവൺമെന്റ് ഈ റൂൾ ഒരിത്തിരിയും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളുടെ ടയർ ഈ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ മാറിക്കൊടുക്കുക. അങ്ങനെ നമുക്കൊരു വലിയ ദുരന്തം ഒഴിവാക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് പേജ് ഫോളോ ചെയ്യും.